ഇതിന്റെ ബൗണ്ടറിയിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും ഈ ഒരു ലിസ്റ്റ് പേരുകൾ തരും. അപ്പൊ ആ ലിസ്റ്റ് നമ്മൾ RA2 റീജിയൻ എന്ന് പറയും. നമ്മളുടെ ഇങ്ങനെ കാലാവസ്ഥാപരമായിട്ട് നമ്മുടെ ഈ റീജിയനെ RA2 റീജിയൻ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഏഷ്യ പസഫിക് റീജിയൻ എന്ന് പറയാം. അപ്പൊ ഈ ഇവിടെ ഫോം ചെയ്യുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാവുന്ന സൈക്ലോണുകൾ ബാധിക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടിയാണ് ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ രാജ്യങ്ങളും ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തരും. ഇന്ത്യയും അതുപോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ലോക കാലാവസ്ഥാ സംഘടന അല്ലെങ്കിൽ വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇത് പിന്നീട് ഫൈനലൈസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ പേരുകൾ ജെൻഡർ ന്യൂട്രൽ ആയിരിക്കണം. അതായത് സ്ത്രീലിംഗമോ അല്ലെങ്കിൽ സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ പേരിനെ സൂചിപ്പിക്കുന്നതാവരുത്, അല്ലെങ്കിൽ മറ്റു കോൺഫ്ലിക്റ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നതോ അങ്ങനെയൊന്നും ആവാൻ പാടില്ല. പിന്നെ ഒരു രീതിയിലുള്ള ഒരു കോൺട്രവേഴ്സിക്ക് വകവെക്കാത്ത ഇല്ലാത്തതുപോലെയുള്ള ഒരു പ്രത്യേകിച്ച് ആരെയും ഒന്ന് ടാർഗറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു പേരാണ്. അതൊരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ്, വേൾഡ് WMO ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ് ഇത് ഫൈനലായിട്ട് അപ്രൂവ് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യ റീജിയണൽ സെന്റർ ആണ് ട്രോപ്പിക്കൽ സൈക്ലോണിനെ സംബന്ധിച്ചും. അപ്പൊ ഈ പേരുകളെല്ലാം ക്രോഡീകരിച്ച് ഫൈനലൈസ് ചെയ്ത് നമ്മൾ അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, ഈ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടിയാണ് ഫൈനലായിട്ട് ഇതിൽ നിന്ന് ആക്ഷേപങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള പേരുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. അതിനുശേഷം ആൽഫബറ്റിക് ഓർഡറിൽ ഈ രാജ്യങ്ങൾ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിലേക്ക് ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വരുന്ന രാജ്യം ഏതാണോ അവർ സജസ്റ്റ് ചെയ്ത ആദ്യത്തെ പേര് ആദ്യത്തെ സൈക്ലോണിന്, രണ്ടാമത്തെ രാജ്യം സജസ്റ്റ് ചെയ്ത ആദ്യത്തെ പേര് രണ്ടാമത്തെ സൈക്ലോണിന്, ആ ഒരു ക്രമത്തിലാണ് പോകുന്നത്.